ശാന്തി. ബുദ്ധിയാകുന്ന മൂന്നാം നേത്രത്തിലൂടെ ഞാൻ എൻ്റെ സ്വസ്വരൂപത്തെ കാണുന്നു. ഞാൻ ഒരു ജ്യോതി സ്വരൂപ ആത്മാവാണ്. പരമധാമ നിവാസിയാണ്. ഈ പരദേശത്തിൽ സ്വരാജ്യത്തിൻ്റെ സ്ഥാപന ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഞാൻ ആത്മാ ഈ പരദേശത്തിൽ ആത്മിക രാജ്യം സ്ഥാപിക്കാൻ ഗുപ്തരൂപത്തിൽ വന്നിരിക്കുകയാണ്. ഈ സൃഷ്ടി പ്രകൃതിയുടെ ദേശമാണ്. പരമധാമം ആത്മാവിൻ്റെ ദേശമാണ്. ഇപ്പോൾ പ്രകൃതി മായയുടെ വശമാണ്. ഇവിടെ മായയുടെ രാജ്യമാണ്. ഈ സൃഷ്ടി എനിക്ക് പരദേശമാണ്. മായയുടെ മേലെ വിജയിച്ച് ഈ സൃഷ്ടിയിൽ സത്വപ്രധാന രാജ്യം സ്ഥാപിക്കണം. ഞാൻ ആത്മാ മായാജീതാവുമ്പോൾ പ്രകൃതി സുഖദായിയായി തീരുന്നു. മായാജീത് പ്രകൃതിജീത്താകുമ്പോൾ എൻ്റെ സുഖത്തിൻ്റെ രാജ്യം സത്വപ്രധാന രാജ്യം വരും. ഞാൻ സ്വർഗത്തിൻ്റെ അധികാരിയായി മാറും. മനസ്സിൽ സദാ ഈ സ്പഷ്ട സ്മൃതിയുണ്ടാകുന്നു. എനിക്ക് സെക്കൻഡിൽ ഈ ശരീരം ഒഴിവാക്കണം. പഴയ ശരീരം അഥവാ പഴയ വസ്ത്രം ഉപേക്ഷിച്ച് പുതിയ ദേവതാവസ്ത്രം ധാരണ ചെയ്യണം. ദേവലോകത്തിൽ വരണം. എൻ്റെ ബുദ്ധിയാകുന്ന കണ്ണുകൾ കൊണ്ട് കാണുന്നു എൻ്റെ ദേവതാ ശരീരം, ദേവതകളുടെ ലോകം, സത്വപ്രധാന പ്രകൃതി. ആത്മാവിൽ നിറഞ്ഞിരിക്കുന്ന രാജ്യാധികാരത്തിൻ്റെ സംസ്കാരം ഇമർജാകുന്നു. ദേവതാ ജീവന്റെ സംസ്കാരം ഇമർജാകുന്നു. ഞാൻ ദേവതയാകാൻ പോകുകയാണ്. എൻ്റെ ആദി ദേവതായി സംസ്കാരം ഇമർജാകുമ്പോൾ സ്വർണിമ ലോകത്തിൻ്റെ സംസ്കാരം സാകാര രൂപത്തിൽ ഇമർജായിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ സങ്കല്പത്തിലൂടെ ദേവതാ സൃഷ്ടി ഈ ഭൂമിയിൽ പ്രത്യക്ഷ രൂപത്തിൽ ഇമർജാകുന്നു. ഞാൻ മായാജീത്, പ്രകൃതിജീത്, ജഗത് ജീത് ആത്മാവാണ്. ഞാൻ ആത്മാ ഒരു ബാബയെ സ്നേഹിക്കുന്നു. ബാബ ആത്മാക്കളോട് സ്നേഹം വെക്കാൻ പഠിപ്പിക്കുന്നു, ശരീരത്തിനോടല്ല.
ഞാൻ മായാജീത്താകാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ബാബയെ ഓർമ്മിച്ച് എൻ്റെ പാപങ്ങളെ ഭസ്മമാക്കുന്നു. ഞാൻ ഉസ്താദിനെ തിരിച്ചറിഞ്ഞ് ഓർമ്മിക്കുന്നു, പുരുഷാർത്ഥം ചെയ്യുന്നു, സേവനവും ചെയ്യുന്നു, മായാജീത്തായി മാറുന്നു. ഞാൻ ആത്മാവ് പിതാവായ പരമാത്മാവിനെ വിളിക്കുന്നു. പരമാത്മാ എന്നെ പുണ്യവാനാത്മാവായി മാറ്റുന്നു. എന്നെ പുണ്യാത്മാക്കളുടെ ലോകത്തേക്ക് കൊണ്ടുപോകൂ എന്ന് ഞാൻ പരമാത്മാവായ അച്ഛനോട് പറയുന്നു. ഞാൻ ബാബയിലൂടെയും ബാബയുടെ ഓർമ്മയിലൂടെയും പവിത്രമായ പുണ്യാത്മാവായി മാറിക്കൊണ്ടിരിക്കുന്നു. യോഗബലത്തിലൂടെ പാപം ഭസ്മമായിക്കൊണ്ടിരിക്കുകയാണ്. ആത്മാവിലെ പാപം യോഗബലത്തിലൂടെ മാത്രം ഭസ്മമാകുന്നു. ഞാൻ സദാ ഈ ചിന്തയിലിരിക്കുന്നു, എനിക്ക് മായാജീത് ജഗത് ജീതാകണം. എനിക്കറിയാം ഞാൻ സ്വർഗവാസിയായിരുന്നു, ഇപ്പോൾ വീണ്ടും സ്വർഗവാസിയായി തീരുകയാണ്. ഞാനിപ്പോൾ ജ്ഞാനത്തിൻ്റെ അതോറിറ്റിയാണ്. ഗൃഹസ്ഥ വ്യവഹാരത്തിലിരുന്നു കൊണ്ട് ഞാൻ ഈ പഴയ ലോകത്തോടുള്ള മമത്വം ഒഴിവാക്കുന്നു. കുട്ടികളെയെല്ലാം സംരക്ഷിക്കുന്നു, എങ്കിലും ബുദ്ധി ബാബയോട് യോജിപ്പിക്കുന്നു. പ്രിയതമനായ ബാബ എല്ലാ ആത്മാക്കളോടും പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. കേവലം ബാബയെ ഓർമ്മിച്ച് 21 ജന്മത്തേക്ക് ഞാൻ നിരോഗിയാകുന്നു. ബാബ പറഞ്ഞു തരുന്നു, മന്മനാഭവ. അന്തിമ ബുദ്ധി പോലെ ഗതിയുണ്ടാകും. ബാബ കൽപ്പം മുമ്പത്തെ പോലെ വിശ്വത്തിൽ ശാന്തി സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നു. സൃഷ്ടിചക്രത്തിൻ്റെ ജ്ഞാനം നൽകുന്നു. ഞാൻ ബാബയിലൂടെ മാസ്റ്റർ ജ്ഞാനസാഗരനായി മാറിയിരിക്കുന്നു. ഞാൻ ബുദ്ധി കൊണ്ട് അറിയുന്നു, ബാബ എൻ്റെ സന്മുഖത്ത് സദാ ഹാജരാണ്. ബാബ നമ്പർ 1 നിഷ്കളങ്കനാണ്. എനിക്ക് വിശ്വത്തിൻ്റെ ചക്രവർത്തി പദവി നൽകുന്നു. ഞാൻ ശ്രീമതത്തിലൂടെ നടന്ന് ചക്രവർത്തി പദവി നേടുന്നു. ഒരു പിടി അവിൽ നൽകി 21 ജന്മത്തേക്ക് കൊട്ടാരം നേടുന്നു. ഭാവിയിലേക്ക് സമ്പത്ത് ശേഖരിക്കുന്നു. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ കഴിഞ്ഞുകൊണ്ട് ബുദ്ധി ബാബയിൽ മുഴുകിയിരിക്കുന്നു. പാവനമായി മാറണം. ബാബ തന്നിരിക്കുന്ന വരദാനമാണ്, വിശ്വ കല്യാണകാരിയായി ഭവിക്കൂ. മനസ്സുകൊണ്ടുള്ള ശുഭഭാവനയിലൂടെ പരസ്പരം മുന്നോട്ട് നയിക്കുന്നു.
തെറ്റു ചെയ്യുന്നവർ പരവശരാണെന്ന് മനസ്സിലാക്കി ദയാദൃഷ്ടിയോടെ പരിവർത്തനം ചെയ്യുന്നു. ഓരോരുത്തരുടെയും വിശേഷതകളെ കാണുന്നു, കുറവുകളെ വിട്ടുകളയുന്നു. മനസ്സുകൊണ്ട് ശുഭഭാവനയിലൂടെ പരസ്പരം സഹയോഗികളായി മാറി സ്വയം മുന്നോട്ടു പോകുന്നു, മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നു. ദൃഢസങ്കല്പമാകുന്ന ബെൽറ്റിനെ ഉറപ്പിക്കുകയാണെങ്കിൽ സീറ്റിൽ അപ്സെറ്റ് ആകില്ല. ഓം ശാന്തി.